മുജാഹിദ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾക്ക് മറുപടിയുമായി സമസ്തയുടെ ആദർശ സമ്മേളനം. ഫാസിസ്റ്റ് സംഘടനകൾക്ക് വേദിയൊരുക്കുകയാണ് മുജാഹിദുകളെന്ന് സമസ്ത നേതാവ് നാസർ ഫൈസി പറഞ്ഞു. ബാബറി മസ്ജിദ് പോലുള്ള വിഷയങ്ങളിൽ സമുദായത്തെ ഒറ്റുകൊടുത്തവരാണ് മുജാഹിദ് പ്രസ്ഥാനമെന്നും അദ്ദേഹം ആരോപിച്ചു. അശ്വിൻ വലത്തെ വിവരങ്ങളുമായി ചേർന്നു. അശ്വിൻ, സമസ്തയുടെ മറുപടി എന്താണ്? അപർണ, ഈ നേരത്തെ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ച് നടന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിന്, അവരുടെ 10ാം സമ്മേളനത്തിന് മറുപടിയായാണ് യഥാർത്ഥത്തിൽ സമസ്ത ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. മുജാഹിദ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത്തരം വിവാദങ്ങൾക്ക് മറുപടി പറയുക തന്നെയാണ് ലക്ഷ്യം എന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കുന്ന തരത്തിലാണ് നേതാക്കൾ സംസാരിക്കുന്നത്. ഈ സമ്മേളനത്തിലെ ഈ തുടക്കത്തിലുള്ള പ്രസംഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് നാസർ ഫൈസി കൂടത്തായി ആയാലും അതേപോലെ തന്നെ SKSSFന്റെ നേതാവ് സത്താർ പന്തല്ലൂർ ആയാലും ഒക്കെ തന്നെ സംസാരിക്കുന്നത് ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെയുള്ള ദേശീയ ഫാസിസ്റ്റ് കക്ഷികളുമായി, അതായത് സംഘപരിവാർ സംഘടനകളുമായി തന്നെ നേരത്തെ തന്നെ ബന്ധമുള്ളവരാണ്. നേരത്തെ ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് ഇവർ ഇതിൽ ഒരു നിലപാടെടുത്തിരുന്നില്ല. അത്തരത്തിലുള്ള BJPയുമായി നേരത്തെ തന്നെ ഇവർക്ക് ഒത്തുതീർപ്പുകളുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് സത്താർ പന്തല്ലൂരായാലും അതേപോലെ നാസർ ഫൈസി കൂടത്തായി ആയാലും ഒക്കെ തന്നെ ആരോപിക്കുന്നത്. അവർ പറയുന്നത് ഈ മുജാഹിദ് സമ്മേളനത്തിലേക്ക് BJP നേതാക്കളും അതേപോലെ തന്നെ BJPയുമായി അടുത്തു നിൽക്കുന്ന മുസ്ലിം നേതാക്കളും ഒക്കെ തന്നെ എത്തിയത് യാദൃച്ഛികമല്ല, മറിച്ച് കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം BJPയുമായി ഒക്കെ ചെയ്തു വരുന്ന ഒരു സെറ്റിൽമെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് മറ്റൊരു ആരോപണം കൂടി സത്താർ പന്തല്ലൂർ ഉന്നയിക്കുന്നത്. ഈ മുജാഹിദ് സമ്മേളനത്തിന്റെ തൊട്ടടുത്ത ദിവസം ഈ സമ്മേളനത്തിൽ നിന്ന് പാണക്കാട് കുടുംബത്തെ സമസ്ത വിലക്കി എന്നാരോപിച്ചുകൊണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചു ചേർത്ത മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം വിട്ടു നിന്നിരുന്നു. അതിന്റെ നേതാക്കൾ മാറി നിന്നിരുന്നു. ഇങ്ങനെ മാറുന്നത് ഈ സമ്മേളനത്തിൽ ഇവർക്ക് സംഘപരിവാറുമായി ഉണ്ടായ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഘപരിവാറുമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണ് ആ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. കാരണം അത് ഏക സിവിൽ കോഡ് വിഷയത്തിൽ ഉള്ള സമരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു യോഗമായിരുന്നു. ആ യോഗത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം അത് ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളുടെ ഭാഗമായിട്ട് കൂടിയാണ് അങ്ങനെ പങ്കെടുക്കാൻ കഴിയാത്തത്. പാണക്കാട് കുടുംബം മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ് ഈ യോഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് പറയുന്നതൊന്നും തന്നെ വസ്തുതയല്ല. കാരണം മുൻപ് 9 മുജാഹിദ് സമ്മേളനങ്ങൾ നടന്നപ്പോൾ അതിലൊന്നും തന്നെ പാണക്കാട് എന്നുള്ള ആരും തന്നെ പങ്കെടുത്തിട്ടില്ല. പൊതുവെ അവർ സമസ്തയുടെ കൂടെ നേതൃത്വമാണ്. അതുകൊണ്ട് മുജാഹിദ് സമ്മേളനങ്ങളിലേക്ക് സമസ്തയുടെ നേതാക്കൾ പങ്കെടുക്കുന്ന പതിവ് പണ്ടേയില്ല എന്ന് കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല നാസർ ഫൈസി കൂടത്തായി ഒരു പടി കൂടെ കടന്ന് ISലേക്ക് പോയ ആളുകൾ, ഈ സിറിയയിലേക്ക് പോയവരൊക്കെ തന്നെ പൂർണ്ണമായും മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വന്നവരാണ്, സലഫി ആശയധാര പിൻപറ്റുന്നവരാണ് ഇങ്ങനെ ISലേക്ക് പോയവർ എന്നും വിവരങ്ങൾ നൽകിയത് സമസ്തയുടെ മറുപടി.